of all of the places and all of the spaces that I've ever seen and that I've ever been. It's true. I'd walk through town I could only have dreamed, but the beauty surrounding means nothing to me. It's you. Where you are is where I always want to be. Anywhere as long as you are there with me. I will take you to the places I have seen. Take my heart and run along, 'cause I'm running after you. I'm running after you, and I'll do what I can do, and I'll do it all for you. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവപുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു. അക്ഷയമായ സന്തോഷത്തിനാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദൈവമാകുന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവനാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠനുമായി തീരണമേ. നിന്റെ ആദ്യമുതൽ പ്രീതിയുള്ളവനായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പ്രോതൃപരിശുദ്ധാത്മാവാദയമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു.
നിന്റെ രൂപത്തിൽ തിന്മകൾ ഞാൻ ചെയ്തു. അതാ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഉത്ഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള അവസ്ഥകൾ സന്തോഷിക്കുന്ന പാപങ്ങൾ ധരിച്ച് എന്റെ അതിക്രമങ്ങളെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആത്മാവ് ധരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവല്ല താഴ്മാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്റെ വഴി പഠിപ്പിക്കും. ഭാവികളിലേക്ക് തിരികെയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ മനസ്സായില്ല, നോമ്പുകളിൽ നിരപ്പായതല്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയാകുന്നു. ദൈവം നോക്കിയ ഹൃദയം നിരസിക്കുന്നില്ല. Amen.
സദാ നന്മ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളോടുമായ ദൈവമേ, നീ അനശ്വരമായി കൊടുക്കുന്ന പൂർവ്വനും അനാഥമായ നിലയിൽ എല്ലാവിധ കഷ്ടങ്ങൾക്കും വന്നതിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അനുകരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ള അതിന്റെ വിശ്വാസത്തെ മഹാമത്സരത്തോടെ അംഗീകരിക്കുകയും ചെയ്താൽ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നഷ്ടപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവകൊണ്ടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യം കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. ബോധവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹനിശ്ചയം നടത്തി. തനിക്ക് നിബദ്ധമായി തീർക്കുവാൻ ശത്രുവിന്റെ തലയെ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരക്തങ്ങൾ അതിന് മോദനമായിട്ട് വെളുപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിനെ നൽകിയ നൽകത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹിമാർ പോലും ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷബോധങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദബോധം കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പ്രിയദാസനായവൻ ആശീർവദിച്ചിരിക്കുന്ന ഈ ബോധങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ ബോധങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദേവി അനുഗ്രഹം ഈ മോദങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാന സമ്പൂർണ്ണനും നിറമുള്ളവരുമായി തീരുവാനിടയാകുകയും ചെയ്യണമേ. കർത്താവിയുടെ മാംസങ്ങൾ മാനില്ലെന്നും മ്ലേച്ഛമെന്നും അംഗീകരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരസ്പരമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മനോറെ ഇവരുടെ ആയുഷ്കാലങ്ങളിൽ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാനിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യമാക്കി കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്റെ പിതാവിനെ നിഷ്ഠരൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വക്കോരെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. Holy
തനിക്കായി വിവാഹം ചെയ്യുന്ന സാക്ഷാൽ സത്യമണമാണെന്നായുള്ളവേ പരസ്പര വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടവുള്ള മധുര പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോഗ്യവും ശാന്തതയും ഈ മോതിരങ്ങളെ ആശ്രദിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരൂഹായിക്കും സ്തുതി. പരിശുദ്ധ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ നിശ്ചയത്തെ സ്വർണ്ണാഭരണ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളത്തിന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോരഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെളിപ്പിൻ മുദ്രയോടെ ഇവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവിടെ അന്യോന്യ ബന്ധത്തെ ചേർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധമുള്ള സ്വഭാവത്തിക്ക് ഒതുങ്ങുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല ഗൗര സ്നേഹത്തെ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാൻ സ്നേഹത്തെ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളിൽ ഉച്ചരിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുഷ്പങ്ങളേക്കാൾ സൗന്ദര്യമേറിയ പരിഭാഗതയാൽ ഇവിടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കുകയും ചെയ്യട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്വീകാരികളായ ദുഷ്ടനോടെ കൈവിടുന്ന ദൈവം ഇവരെ സംരക്ഷിച്ച് കൊള്ളട്ടെ. പാവനമായ വിവാദത്തിന് നിന്നുള്ള മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്ധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയും ആകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാജങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർ അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളും നൽകണമേ. സൽപ്രവർത്തിമാകുന്ന സമ്മാനങ്ങൾ അവർക്ക് വർദ്ധിപ്പിക്കും
സന്തോഷമായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. ഇവിടെ കർത്താവിൻ്റെ വിജയശൂഭ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹ ഉദാശയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. മോതിരമായതിൻ്റെ ക്രമയുടെ അവസാനത്തിൽ ഭവനങ്ങളിൽ വെച്ച് നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് സഭയുടെ ഉള്ളിൽ വെച്ച് അത് പൂർത്തീകരണം ആയിരിക്കുന്നു. രണ്ടാമത് നടക്കുവാനുള്ളത് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. ഇവരെ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയും ആയിട്ട് ഇവരെ അവരോധിക്കുന്ന കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് നടക്കുവാനുള്ളത്. അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട അശ്വനച്ചന് വൈദികരുടെ പേരിലും വന്നുചേർന്ന എല്ലാവരുടെ പേരിൽ ആശംസകൾ അറിയിക്കും. ഉദിതനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നമ്മുടെ 2 മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ 2 പേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുവാനായിട്ട് കടന്നു വന്നു എന്നുള്ളതിന് നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. തീരുമാനമെടുക്കുവാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയും ജീവിക്കാമെന്നുള്ള ചിന്താഗതികളും സർവ്വസാധാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ 2 പേരും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്ന് ദൈവകൃപകളെ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു എന്നത് തന്നെയാണ് ഏറെ സന്തോഷം നൽകുന്ന കാര്യം. എന്താണ് കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് ഏറ്റവും ലളിതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു മറുപടി ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. വി ആർ പാർട്ടേക്കിംഗ് ഇൻ ദ ഡിവൈൻ പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ പങ്കാളികളായി ചേരുന്നു. ആലോചിക്കുകയും മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുൻപായിട്ട് ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് എൻ്റെ കുടുംബജീവിതം, കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുന്നു, തക്കതായ തന്നെ ഉൾപ്പെടുന്നു, തക്കതായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് ഏറെ ശുദ്ധമായി അല്ലേ? ഈ കാലഘട്ടത്തിൽ കച്ചിത്തുരും ഭാരം ചോദിച്ചാൽ ഞാൻ പറയും ദൈവമാണ്, അല്ലേ? കാരണം എന്താ? നമ്മുടെ എല്ലാ ശക്തിയും പ്രയത്നങ്ങളും അവസാനിക്കുന്നിടത്ത് നമ്മൾ കയറി പിടിക്കുന്ന അവസാനത്തെ പിടിവഴി കച്ചിത്തുരും ഭാരമാണ്, ദൈവമാണ്. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് ക്രിസ്തുവാണ്. നിങ്ങളുടെ ആദ്യ തീരുമാനം ക്രിസ്തുവായിരിക്കും. നിങ്ങളുടെ ആദ്യ ചിന്ത ക്രിസ്തുവായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് ദൈവം നിങ്ങളുടെ കൂടെ നടക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത്, അല്ലേ? ഈ പുനരുദ്ധാന പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ കൂടെ നടക്കുന്നൊരു ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം. അത് ഈ പുനരുദ്ധാന പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം. നമ്മളത് ചോദിക്കുമല്ലോ, എന്താ ഈ സഭയിൽ എന്താ ഇത്ര കാര്യമായിട്ടുള്ളത്, പള്ളിയിൽ എന്താ ഇത്ര കാര്യമായിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുമല്ലോ. ഇവിടെ ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആലോചിക്കുക, ഇവിടെ സ്വർഗത്തിൽ നിന്ന് തീയൊന്നും ഇറങ്ങത്തില്ല. ഇവിടെ ആകെ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. The church is giving an assurance that God is always with you.
ദൈവം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഇനി പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാകും. മത്തായി അത് പറഞ്ഞു തരും. കുർബാനയിൽ ധൂപപ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് തിരുശരീര രക്തങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ ആൾക്കാർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നതിനുണ്ട്. തൻ്റെ മനോഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. അച്ഛൻ പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുകയല്ല. അപ്പോൾ ജനം പറയും ആമീൻ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. രണ്ടാമത് പറയുന്നുണ്ട്, തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പുത്രൻ കൂടെയുണ്ട്. അന്നേരവും നിങ്ങൾ പറയുന്നുണ്ട് ആമീൻ. അച്ഛൻ എന്താ പറഞ്ഞത്? കറക്റ്റാണ്. വീണ്ടും പറയുന്നു, ഉണ്ടാകിയിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ റൂഹ കൂടെയുണ്ട്. ഇത് മാത്രമാണ് സഭ നൽകുന്ന ഉറപ്പ്. ദൈവം കൂടെയുണ്ട്. ഫീൽ ഇറ്റ്, അക്നോളജ്, എക്സ്പീരിയൻസ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് യാതൊരു വീഴ്ചയും ഉണ്ടാവുകയില്ല. എപ്പോഴും മനസ്സിലാക്കുക, ഈ കടലിൽ ശിഷ്യന്മാരുമൊത്ത് യേശു പോകുന്നൊരു ചിത്രമുണ്ട്. പടകിൻ്റെ അമരത്ത് ക്രിസ്തു ഉറങ്ങുകയും കാറ്റടിക്കുന്നു, കോളടിക്കുന്നു. ശിഷ്യന്മാർ നമുക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും മുക്കുവന്മാരാണ്. അപ്പോൾ കടലിൻ്റെ എല്ലാ ഭാവങ്ങളെയും, തടാകത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ളവർ അവർ വിചാരിച്ചു ഇത് ഞങ്ങൾ എത്ര കണ്ടത്, ഇത് ഞങ്ങളെ കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന കാര്യമൊക്കെ ഉള്ളൂ. പക്ഷെ അവരെത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ലെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒരു പടകിൻ്റെ അമരത്തുറങ്ങുന്ന ക്രിസ്തുവിനെ വിളിക്കുന്നത്. അവൻ എഴുന്നേറ്റ് ശാന്തമാക്കി അവർ സ്വസ്ഥതയോടുകൂടെ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പടകിൻ്റെ അമരത്ത് ക്രിസ്തു ഉണ്ട്. അവനെ വിളിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇത് മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ അവസാനമാണ്. രണ്ടാമതൊരു കാര്യമാണ്, ഈ പോസ്റ്റ് വെഡിങ് കഴിഞ്ഞു, പ്രീ വെഡിങ്, എന്താ ഇതിന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, സേവ് ദ ഡേറ്റ് എല്ലാം കഴിഞ്ഞു, വീട്ടിലെ ലൈറ്റൊക്കെ ഇട്ടു. ഇത് തെറ്റെന്നല്ല പറഞ്ഞു കാര്യം പറഞ്ഞു. ലൈറ്റെല്ലാം ഇട്ടു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുപ്പുണ്ട്, ബന്ധുക്കളെല്ലാം ഉണ്ട്, ചേർന്ന് ഫോട്ടോ എടുക്കും, എല്ലാം കഴിയും. 2 ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഓരോ വഴിക്കും, മേക്കപ്പൊക്കെ മാറും, സാധാരണ വസ്ത്രത്തിലോട്ട് വരും. അതാണ് റിയാലിറ്റി. അതാണ് റിയാലിറ്റി. അതെപ്പോഴും മനസ്സിലാക്കുക. നമുക്ക് ഈ പാരാഫർമേനിയസ് ഒക്കെ ഭയങ്കര ഇഷ്ടം, റെഗാലിയാസ്. പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്രമാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഈ യഹൂദ വിവാഹത്തിൽ ഒരു ചടങ്ങുണ്ട്. വധുവും വരനോട് ചേർന്ന് ഒരു ചില്ല് പാത്രം പൊട്ടിക്കും. അതത്ര ശുഭമായിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് തോന്നാം. പക്ഷേ ഇറ്റ് ടീച്ചസ് എ ലെസൺ. ഇത്ര സന്തോഷമുള്ള സാഹചര്യങ്ങളിൽ എന്താ ഇതുപോലെ ഫ്രജയിലാണ് മനുഷ്യ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കുമ്പം നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ മറന്നുപോകും. 3, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വമുണ്ട്. അത് തീരുന്നില്ല. യു ആർ പാർട്ട് ഓഫ് എൻ എക്സ്റ്റൻഡഡ് ഫാമിലി. അത് നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ കുടുംബങ്ങളാണ്, നിങ്ങളുടെ കൂട്ടുകാരാണ്. തീരുന്നില്ല. നിങ്ങളുടെ പഞ്ചായത്തുണ്ട്, നിങ്ങളുടെ സംസ്ഥാനമുണ്ട്, നിങ്ങളുടെ രാജ്യമുണ്ട്, ഈ ലോകം മൊത്തമുണ്ട്. അല്ലേ? നമ്മളെ എന്തിനാണ് വിളിച്ചെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, വി ആർ പാർട്ട് ഓഫ് ഡിവൈൻ പർപ്പസ്. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ ഡിവൈൻ പർപ്പസ് എന്ന്. ദാറ്റ് ഈസ് ടു പ്രേ ഫോർ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഓൾ ക്രിയേഷൻ. ഈ സൃഷ്ടിയുടെ സമഗ്രമായ വിടുതലിന് വേണ്ടി എന്നെയും മത്തായിയും കാത്തുകൊള്ളണേ, എന്നെയും നിന്നെയും കാത്തുകൊള്ളണേ എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന. ഈ ലോകത്തിൽ ആരൊക്കെയുണ്ടോ അവരിലെല്ലാം ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയാണ്. അത് ജാതി, മത, വർഗ, ലിംഗ ഭേദങ്ങൾക്കപ്പുറമായിട്ടുള്ളതാണ്. അത് മറന്നുപോകരുത്. നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോകമല്ല നിങ്ങൾക്കുള്ളതെന്നുള്ളൊരു ബോധ്യമുണ്ടാകും.
അതിൻ്റെ യഥാർത്ഥം. നുഖത്തിൻ്റെ കീഴിൽ എങ്ങനെയാണ് കിട്ടുന്നത്? നില ഒഴുകുന്ന കന്നിനെയാണ് കിട്ടുന്നത്, അല്ലേ? കണ്ടിട്ടുണ്ടോ? നില ഒഴുകുന്ന കന്നിനെ കണ്ടിട്ടുണ്ട്. പോത്ത് നിലം കൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങളെ രണ്ടുപേരെയും ഈ ഒരു പരിശുദ്ധമായ കൂദാശയിലൂടെ ഒന്നിച്ചു വിടുകയും യു ഹാവ് ടു വോക്ക് ടുഗദർ. ഈ കന്ന് പൂക്കുന്ന നുഖത്തിന് കീഴിൽ വരുന്ന രണ്ട് മൃഗങ്ങളോട് ഒന്നിച്ചു പോയില്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണോ മൃഗമെടുത്ത് വെക്കുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് ഒന്നിച്ചു പോകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ലിനിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. മത്തായി തീരെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇളയ സഹോദരനാണ്, ഒരു മകനാണ്. അത് എല്ലാ രീതിയിലും ഈ വിവാഹോദാശയിൽ പങ്കാളിയായി തീരാൻ സാധിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷമുണ്ടായിരുന്നു. എപ്പോഴും ദൈവത്തെ വിളിക്കുക, എപ്പോഴും സ്നേഹിക്കുക, എപ്പോഴും കരുതുക, സ്നേഹത്തോടു കൂടെ ശാസിക്കുക. ആ ശാസന ഉൾക്കൊള്ളാൻ പഠിക്കുക, പ്രതിബദ്ധതകൾ മറന്നു പോകരുത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വന്യരായ വൈദികരുടെയും ഈ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരിൽ ഇതെല്ലാം നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം